ഇനി ഇടുക്കിയിലേക്കാണ്. അവിടെ ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റത്തിൽ ഒന്നാം പ്രതി റവന്യൂ മന്ത്രി എന്ന് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ റവന്യൂ വകുപ്പിന്റെ ഒത്താശയോടെയുള്ള കയ്യേറ്റമാണ് നടന്നത്. റീസർവേക്കായി മന്ത്രി സ്പെഷ്യൽ ഓർഡർ ഇറക്കിയത് കയ്യേറ്റത്തിന് വഴിവെച്ചുവെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അനുവാദത്തോടെ നടന്നൊരു വലിയ കൊള്ളയാണ്. ഇതിന് ഉത്തരം പറയേണ്ട റവന്യൂ മന്ത്രി തന്നെയാണ്. ഇവിടെ റെഡ് സോൺ ഏരിയയാണ്. ഇവിടെ എങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടക്കും? റെഡ് സോൺ ഏരിയ, പരിസ്ഥിതി ലോല പ്രദേശമായ ഈ റെഡ് സോൺ ഏരിയയിൽ ആരാണ് പട്ടയം കൊടുത്തത്? ഈ പട്ടയം ആര് കൊടുത്തു? ആരുടെ പട്ടയമാണിത്? ഇവിടെ 3 പട്ടികജാതി കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് തന്നെ ഡിസ്പ്യൂട്ടുണ്ട്. ആ പട്ടയം ഒരിക്കലും അങ്ങനെ പട്ടയം കൊടുത്തിട്ടില്ല. ആ ഫയല് തഹസിൽദാർ മടക്കിയതാണ്. ചൊക്രമുടിയിലെ അനധികൃത നിർമ്മാണത്തെക്കുറിച്ച് മാതൃഭൂമി ന്യൂസാണ് വാർത്ത നൽകിയത്. ജെയിനസ് രാജു വിവരങ്ങൾ നൽകും. ജെയിൻ, ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ അത് എത്ര അന്വേഷണം ഉണ്ടായാലും എത്ര പ്രതിഷേധങ്ങൾ ഉണ്ടായാലും ഒന്നും അവസാനിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഇപ്പോൾ ചെന്നിത്തല സന്ദർശിക്കുന്നു. എന്താണ് അടുത്ത നടപടികൾ? കൂടുതൽ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് സാധ്യതയുണ്ടോ? ദിവീഷ്, വെറും ഒരു കയ്യേറ്റം എന്ന നിലയിൽ മാത്രമല്ല ഇത് നടന്നിരിക്കുന്നത്, ഈ നിർമ്മാണ പ്രവർത്തനം നടന്നിരിക്കുന്നത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഒരു മേഖലയിലാണെന്നും അതിന് താഴത്ത് നിരവധി ഏതാണ്ട് 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് എന്നുള്ളതുമാണ് ഇതിന്റെ ഒരു ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ചാണ് നമ്മൾ വാർത്ത നൽകിയത്. ഈ വാർത്തയ്ക്ക് പിന്നാലെ വലിയ സമരമാണ് ആ മേഖലയിൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തല ഇന്ന് ചൊക്രമുടിയിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലം സന്ദർശിച്ചത്. അദ്ദേഹം കൃത്യമായി പറയുന്നത് റവന്യൂ വകുപ്പിന്റെ ഒരു ഒത്താശയോട് കൂടിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അവിടെ ഈ കുന്നിടിച്ച് നിർത്തി പാറ പൊട്ടിച്ച് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് എന്നൊരു ആക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ CPIക്കും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിക്കും കൃത്യമായ പങ്കുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. റെഡ് സോൺ മേഖലയാണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരോധനമുള്ള ഒരു മേഖലയാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി നൽകിയിൽ റവന്യൂ ഉദ്യോഗസ്ഥർ പിന്തുണയുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നു.